മക്കളെ, ഇന്ന് നമ്മൾ വൈറ്റ് കേപ്പ് എന്ന കഹാനിയിലെ ലോകബാബു എഴുതിയിട്ടുള്ള വൈറ്റ് കേപ്പ് എന്ന കഹാനിയിൽ എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ നോക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ. കേശവിക്ക് ആയു കിത്തനീതി എന്നാണ് ഒന്നാമത്തെ ചോദ്യം. കേശവന് എത്ര വയസ്സായിരുന്നു? 8 വയസ്സായിരുന്നു. കേശവ് കിസ് മഹീനെ മേ മാതാപിതാ കെ പാസ് ഷഹർ ആത്താത. കേശവ് ഏത് മാസത്തിലാണ് പട്ടണത്തിലേക്ക് വന്നത്? അമ്മയുടെയും അച്ഛൻ്റെയും അരികിലേക്ക് പട്ടണത്തിലേക്ക് വന്ന മാസം ഏതായിരുന്നു? ഫർവരി മേം. കിസ്നെ കേശവ് കോ ഷഹറിലായ. ആരാണ് കേശവനെ പട്ടണത്തിൽ കൊണ്ടുവന്ന് വിട്ടത്? ദാദാജി. കിത്തനെ ദിൻ കെ ടെസ്റ്റ് മാച്ച് ക ആയോജൻ കിയ? 4 दिन के 4 ദിവസത്തെ ടെസ്റ്റ് മാച്ചാണ് നടന്നത്. ഷഹർ കി ശക്ൽ ഹർ സാൽ ക്യോ ബദൽ ജാത്തി തി. പട്ടണത്തിന്റെ മുഖച്ഛായ ഓരോ വർഷവും മാറുന്നത് എന്തുകൊണ്ട്? നയി ബസഹട്ടോ കെ കാരൺ. പുതിയ വാസസ്ഥലങ്ങൾ കാരണം. കേശവ് കൈസാൽ എടുക്കാത. കേശവ് എങ്ങനെയുള്ള കുട്ടിയായിരുന്നു? കേശവ് 8 साल का छोटा सा नाटा सा सांवला सा लड़का. അത് നമ്മൾ പാഠത്തിൽ പഠിച്ചതാണ് അല്ലേ? अपनी वार्षिक परीक्षा दे चुकने के बाद കേശവ് കഹാം जाने की सिद्ध कर बैठा. തൻ്റെ വാർഷിക പരീക്ഷ അവസാനിച്ചതിന് ശേഷം കേശവൻ എവിടേക്ക് പോവാനാണ് വാശി പിടിച്ചത്? മാതാപിതാക്കെ സാത്ത് ഷഹർ ജാനെ കി സിദ്ധ് കർ ബൈഠ. മാതാപിതാക്കളുടെ സാത്ത്, മാതാപിതാക്കളുടെ കൂടെ ഷഹർ ജാനേക്ക്. സാത്ത് എന്നല്ല കേട്ടോ, മാതാപിതാക്കെ പാസ് എന്നാണ്. മാതാപിതാക്കെ പാസ് അടുത്തേക്കില്ലേ, സാത്ത് പറഞ്ഞ കൂടെ എന്നല്ല വരിക. മാതാപിതാക്കെ പാസ് അച്ഛൻ്റെയും അമ്മയുടെയും അരികിലേക്ക് ഷഹർ ജാനകി സിദ്ധ് കർ ബൈഠ. പട്ടണത്തിൽ പോവാൻ വേണ്ടിയാണ് വാശി പിടിച്ചത്. ബോൾ ഖരീദ് ദേനെ കെ ലിയെ കേശവ് കെ മാതാപിതാനെ ക്യാ ഷർത്ത് ബതായി ദി. ബോൾ വാങ്ങിച്ചു നൽകാൻ വേണ്ടിയിട്ട് കേശവന് മാതാപിതാക്കൾ നൽകിയ നിബന്ധന എന്തായിരുന്നു? മാതാപിതാനെ അച്ഛേ നമ്പർ സെ 5വീം പാസ് കർ ലേനേക്ക് ഷർത്ത് ബതായി. ആ മാതാപിതാക്കള് 5ാം ക്ലാസ്സിൽ നല്ല മാർക്കോട് കൂടി പാസ്സാവാൻ വേണ്ടിയുള്ള നിബന്ധനയാണ് വെച്ചത് അല്ലേ? കേശവ് 4 दिन के टेस्ट मैच में किस टीम का हिस्सा था? किसी भी टीम का हिस्सा नहीं था. ടെസ്റ്റ് മാച്ചിൽ അവൻ ഒരു ടീമിന്റെയും ഭാഗമായിരുന്നില്ല. ക്രിക്കറ്റ് മാച്ച് के बीच किसने इतनी जोर से ബിൽഡിംഗ് കി തരഫ് ബോൾ മാര. ക്രിക്കറ്റ് മാച്ചിന് ഇടയ്ക്ക് ആരാണ് അത്രയും ശക്തമായിട്ട് ബിൽഡിങ്ങിന്റെ മുകളിൽ ബിൽഡിംഗ് തരഫ് ബിൽഡിങ്ങിന് നേരെ ബോള് അടിച്ചത് ആരായിരുന്നു? മനോജ്. മനോജാണ് ബിൽഡിങ്ങിലേക്ക് ബോൾ അടിച്ചു തെറിപ്പിച്ചത് അല്ലേ? കിസെ ടാർജൻ സെ തുലനാക്കി. ആരെയാണ് ഇവിടെ ടാർജനുമായിട്ട് താരതമ്യം ചെയ്തത്? കേശവന്. केशव अपने दादाजी से माता पिता के पास शहर जाने की सिद्ध कर बैठा. इस वाक्य में സിദ്ധ് കാ മത്ലബ് ക്യാ ഹേ? സിദ്ധ് എന്നതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചത്. ഹഡ്. ഹഡ് പറഞ്ഞ വാശി, സിദ്ധ് പറഞ്ഞാലും വാശി. മസ്ബൂർ പരിവാർ കി ചുനൗത്തിയോ ക്യാ ക്യാ ദി. തൊഴിലാളി കുടുംബത്തിന്റെ ചുനൗത്തി വെല്ലുവിളികൾ എന്തെല്ലാമായിരുന്നു? ഗർസെ ദൂർ നിർമ്മാണാധീൻ ഇമാരത്ത് കെ പാസ് കിസി അസ്ഥായി ഡേരെ മേ രഹ്നെ പടത്താ ഹേ. ഗർക്കെ ദൂർ വീട്ടിൽ നിന്നും വളരെയധികം ദൂരെയായിട്ട് ജോലി ചെയ്യുന്ന, അതായത് നിർമ്മാണത്തിൽ ഇരിക്കുന്ന കെട്ടിടത്തിന്റെ അരികിൽ എവിടെയെങ്കിലും അസ്ഥായി ഡേരെ താൽക്കാലികമായി വെച്ചുണ്ടാക്കിയ കൂടാരത്തിൽ കഴിയണം. റോസ് അപ്പനെ ഗർ ആനാ ജാനാ മുഷ്കിൽ ഹേ. നിത്യവും വീട്ടിൽ വന്നു പോകുന്നത് പ്രയാസമായിരുന്നു. കേശവ് ഷഹർ കെ അപ്പനെ ഡേരെ സെ ക്യോ ബാഹർ നികൽത്താ ഹെ. കേശവ് പട്ടണത്തിലുള്ള തന്റെ കൂടാരത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയത്, ആ ടെന്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയത് എന്തുകൊണ്ട്? अपने डेरे में कुछ दिन केशव अगुलाता पड़ा रहा. फिर आसपास के चक्कर लगाने के लिए बाहर निकला. കേശവ് കുറച്ചു ദിവസം തൻ്റെ ആ കൂടാരത്തില് അഗുലാത്ത് ഒറ്റയ്ക്ക് ഏകാന്തനായിട്ട് ഇങ്ങനെ ഇരുന്നു. പിന്നീട് പുറമേയുള്ള ചക്കർ ലഗാനക്കിലെ ബാഹർ നികൽന പാസ് കെ ചക്കർ ലഗാനക്കിലെ അരികിലുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് അവൻ എന്ത് ചെയ്തത്? ആസ്പാസ് കെ പരിസരത്തുള്ള കാര്യങ്ങളൊക്കെ നോക്കി കാണാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി.
क्रिकेट की സാമഗ്രിയാം और ഷീൽഡ് കൈസെ ഖരീദലി ക്രിക്കറ്റിന്റെ സാധനങ്ങളും ഷീൽഡൊക്കെ എങ്ങനെയാണ് അവർ വാങ്ങിയത് कॉलोनी के लड़कों ने होली के नाम पर मोहल्ले से चंदा किया और इसके साथ अपना हिस्सा भी जोड़कर क्रिकेट की സാമഗ്രിയാം ഖരീദലി കോളനിയിലെ ആൺകുട്ടികള് ഹോളിക്ക് നാം പർ ഹോളിയുടെ പേരിൽ ആ പ്രദേശത്തൊന്നും കുറച്ച് പിരിവ് നടത്തിയിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് അപ്പന ഹിസ്സാ ബി ജോഡ്കർ പിന്നെ അവരുടെ ഭാഗം ഹിസ്സ സ്വന്തമായിട്ടും അവർ കുറച്ച് പൈസ എടുത്തിട്ട് ക്രിക്കറ്റിക്ക് സാമഗ്രിയാൻ ഖരീദലി ക്രിക്കറ്റിന്റെ സാധനങ്ങളൊക്കെ എന്ത് ചെയ്തു വാങ്ങിച്ചു 16ാമത്തെ ചോദ്യം വരുന്നത് കേശവ് 3 मंजिला इमारत के ऊपर चढ़ने का कारण क्या है കേശവ് 3 നില കെട്ടിടത്തിന്റെ മുകളിലേക്ക് കയറാനുള്ള കാരണം എന്തായിരുന്നു टेस्ट मैच के बीच किसी एक बल्लेबाज ने एक चक्का मारा और बॉल पास की निर्माणाधीन 3 मंजिल इमारत की छत पर चली गई केशव बॉल लेने के लिए इसके ऊपर चढ़ा സിമ്പിളായിട്ട് നമുക്ക് ഇത്രയും പറഞ്ഞാൽ മതി കേശവ് എന്തിനാണ് കയറിയതെന്ന് ചോദിച്ചാൽ കേശവ് ബോൾ ലേനേക്കിലെ കേശവ് ബോൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ മുകളിലേക്ക് കയറിയത് कॉलोनी के लड़कों का क्रिकेट मैच बीच में रुक गया कारण क्या है കോളനിയിലെ കുട്ടികളുടെ ക്രിക്കറ്റ് മാച്ച് ഇടയ്ക്ക് വെച്ച് നിന്നു എന്താണ് അതിന് കാരണം ക്രിക്കറ്റ് മാച്ച് കെ ബീച്ച് ബോൾ 3 मंजिले നിർമ്മാണാധീൻ ഇമാരത്ത് കെ ഊപ്പർ ചലി ഗയി ഇത് അതിന് ഫുൾ എഴുതണം കേട്ടോ ക്രിക്കറ്റ് മാച്ചിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ബോള് നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന്റെ മുകളിലേക്ക് പോയി ലഡുക്കോം കെ പാസ് ഏകമാത്രം ബോൾ ഒരേ ഒരു നല്ല ബോൾ മാത്രമേ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ और इमारत के पीछे जो हिलती जाली थी जिस पर चढ़ना भी मुश्किल काम था അതിന് ആ കെട്ടിടത്തിന്റെ പിന്നിൽ ഒരു ഇളകുന്ന കോണിയാണ് ഉണ്ടായിരുന്നത് അതിൽ കയറുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമായിരുന്നു गेल जरा देर रुक गया तब उन्हें केशव की फिर जरूरत महसूस आई मतलब क्या है കളി അല്പം നേരത്തേക്ക് നിന്നു വീണ്ടും അവർക്ക് കേശവിന് ഓർമ്മ വന്നു मतलब क्या है എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് क्रिकेट मैच के बीच जब बॉल 3 मंजिल इमारत के ऊपर गया तब केशव ने किसी तरह उसके ऊपर चढ़कर बॉल लिया और लड़कों को दिया उन्होंने केशव नीचे आने का इंतजार किए बिना फिर अपने गेल में व्यस्त हो गए जब उसकी बॉल झाड़ी के अंदर चली गई और गेल जरा देर रुक गया तब उन्हें केशव की जरूरत फिर महसूस हुई വീണ്ടും കേശവിന് ഓർമ്മ വന്നത് എപ്പോഴാണ് അവർ ക്രിക്കറ്റ് ബോൾ തെറിച്ചു പോയതിനു ശേഷം ബോൾ കിട്ടിയിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി കുട്ടികൾ കളി ആരംഭിച്ചു അല്ലെ കളിക്കാൻ തുടങ്ങി കേശവിനെ അവർ ശ്രദ്ധിക്കുന്നില്ല മുകളിൽ കയറിയ കേശവ് ഇറങ്ങി വന്നൊന്നും അവരെന്ത് ചെയ്യുന്നില്ല ശ്രദ്ധിക്കുന്നില്ല അവർ വീണ്ടും അവരുടെ കളി ആരംഭിക്കുകയാണ് ഇടയ്ക്ക് വെച്ച് വീണ്ടും ബോള് ഒരു കുറ്റിക്കാട്ടിലേക്ക് തെറിച്ചു പോവുകയും അപ്പോൾ അവർക്ക് വീണ്ടും കേശവിന് ഓർമ്മ വരികയും ചെയ്യുന്നു വാക്യവിസ്താർ കരീം എന്നാണ് പറഞ്ഞിരിക്കുന്നത് തബല ഗോംബടി പർ കേശവ് की ലഡ്കെ ബജാത്തെ ഹെ ലഡ്കെ തബല പിന്നെ അടുത്ത നമുക്ക് തബല എടുക്കാട്ടോ തബല എന്നുള്ള എടുക്കാട്ടോ ലഡ്കെ ബജാത്തെ ഹെ ലഡ്കെ തബല ബജാത്തെ ഹെ लड़के तबला बजाते हैं लड़के गोबड़ी पर तबला बजाते हैं लड़के केशविकी മൂന്നാമത്തെ കേശവിക്ക് എടുക്കണം കേട്ടോ लड़के केशविकी गोबड़ी पर तबला बजाते हैं ഒന്നുകൂടെ നോക്കാം लड़के बजाते हैं ലഡ്കെ തബല ബജാത്തെ ഹെ ഒന്നാമത്തെ എടുത്തിട്ട് തബല ബജാത്തെ ഹെ എന്ന് എഴുതാം അടുത്തത് ലഡ്കെ ഗോബടി പർ തബല പിന്നെ രണ്ടാമത്തെയാണ് ആദ്യം എടുക്കേണ്ടത് പിന്നെ ഒന്നാമത്തെ എടുക്കുക ഗോബടി പർ തബല ബജാത്തെ ഹെ വീണ്ടും വരുമ്പോൾ മൂന്നാമത്തത് ആദ്യം പിന്നെ രണ്ടാമത്തെ പിന്നെ ഒന്നാമത്തെ എടുക്കണം കേട്ടോ ലഡ്കെ കേശവിക്ക് ഗോബടി പർ തബല ബജാത്തെ ഹെ ഓക്കെ ഇനി അടുത്ത നോക്കാം ക്രിക്കറ്റ് നിശ്ചിന്ത് ഹോക്കർ മൈതാൻ മേ ലഡ്കെ ഖേൽത്തെ ഹെ लड़के निश्चिंत होकर खेलते हैं അല്ലെങ്കിൽ നമുക്ക് ക്രിക്കറ്റ് എടുക്കാം ആദ്യം ലഡ്കെ ഖേൽത്തെ ഹെ ലഡ്കെ ക്രിക്കറ്റ് ഖേൽത്തെ ഹെ ലഡ്കെ നിശ്ചിന്ത് ഹോക്കർ ക്രിക്കറ്റ് ഖേൽത്തെ ഹെ ലഡ്കെ മൈതാൻ മേം നിശ്ചിന്ത് ഹോക്കർ ക്രിക്കറ്റ് ഖേൽത്തെ ഹെ ഇനി അടുത്തത്
പടുക്കഥ തയ്യാറാക്കാനാണ്. കേശവ് ഉജക് ഉജക് കർ अपने नन्हे हाथों से उस लड़के के घर की ऊंची कॉलबेल बजाता है. गुल्लू के अभिभावक बाहर आते हैं और उससे वे बात करते हैं. കേശവ് അങ്ങനെ ചാടി ചാടി മുകളിലിരിക്കുന്ന ആ കോളിംഗ് ബെൽ എന്ത് ചെയ്യുന്നു, അവന്റെ ആ നന്നെ പറഞ്ഞാല് കോമളമായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കൈ കൊണ്ട് ആ ബെല്ലടിക്കുന്നു. അപ്പോൾ ഗുല്ലുവിന് പകരം അവിടെ നിന്ന് ആരാ വരുന്നത്? രക്ഷിതാക്കളാണ് വരുന്നത് അല്ലേ. ആ രക്ഷിതാക്കളുമായിട്ട് സംസാരിക്കുന്നു. ദൃശ്യ ഏക്ക്, അത് നമുക്കെന്ത് ചെയ്യാനാണ്? പടുക്കഥ തയ്യാറാക്കാനാണ് പറഞ്ഞത്. അപ്പം ദൃശ്യ ഏക്ക് സ്ഥാൻ ഗുല്ലു ക്രിക്കറ്റ് ഗിലാഡി കെ ഘർ, സ്ഥലം ഗുല്ലു എന്ന ക്രിക്കറ്റ് കളിക്കാരൻ്റെ വീടാണ്. സമയം 10 മണിയാണ് കൊടുത്തിരിക്കുന്നത്. കേശവ് 8 സാൽക്കാൽ എടുക്ക പത്ലൂൻ ഓർ കുർത്ത, കേശവ് ഏകദേശം 8 വയസ്സുള്ളൊരു കുട്ടിയാണ്. പാൻറ്റും ഷർട്ടുമാണ് ധരിച്ചിരിക്കുന്നത്. ഗുല്ലു 14 സാൽക്കാൽ എടുക്ക പത്ലൂൻ ഓർ ബനിയനാണ് ധരിച്ചിരിക്കുന്നത്. ഗുല്ലും 14 സാലുള്ളൊരു കുട്ടിയാണ്, 14 വയസ്സുള്ള കുട്ടിയാണ് ഗുല്ലു. ഗുല്ലു കി മാത, ഗുല്ലുവിൻ്റെ അമ്മ 46 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. സാരിയാണ് ധരിച്ചിരിക്കുന്നത്. ദൃശ്യക്ക വിവരണമാണ് അടുത്തത്. കേശവ് ഗുല്ലു കോ ബുലാനെ ഉസ്കെ ഘർ ജാത്ത ഹെ, കേശവ് ഗുല്ലുവിനെ വിളിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ വീട്ടിലേക്ക് പോകുന്നു. ജോ ക്രിക്കറ്റ് ഖേൽനെ കെ ലിയെ സമയ് പർ നഹീ പഹുഞ്ചാത और ഗുല്ലു കി മാതാ സെ ബാത് കർത്ത ഹെ. കേശവ് ആൻറ്റി ഗുല്ലു കഹാ ഹേ, കേശവ് ചോദിക്കണം ആൻറ്റി ഗുല്ലു എവിടെ? ഗുല്ലു കി മാ അന്തർ ഹേ, തും കോൻ ഹോ, അകത്തുണ്ട്, നീ ആരാണ്? കേശവ് ഗുല്ലു കെ ദോസ്ത് ജോ ക്രിക്കറ്റ് ഖേൽനെ ആയേ ദേ ഉന്നോനെ മുझे ഉസേ ബുലാനെ കെ ലിയെ യഹാ ഭേജ, അവിടെ ക്രിക്കറ്റ് കളിക്കാൻ വന്നിട്ടുള്ള ഗുല്ലുവിൻ്റെ ഫ്രണ്ട് അവരാണ് എന്നെ ഇവിടേക്ക് ഗുല്ലുവിനെ വിളിക്കാൻ വേണ്ടിയിട്ട് അയച്ചതെന്ന് പറയുകയാണ്. ഗുല്ലു की माँ, ഗുല്ലുവിൻ്റെ അമ്മ പറയുന്നു ബേട്ട ആജ് 10वीं कक्षा का उसकी पढ़ाई शुरू हुई, ഇന്ന് അവൻ 10ാം ക്ലാസ്സിൻ്റെ പഠനം ആരംഭിച്ചതാണ്. കേശവ് വഹ് ഖേൽനെ നഹീ ആയേഗ, അവൻ കളിക്കാൻ വരികയില്ലേ? ഗുല്ലു की माँ 10वीं कक्षा में ज़्यादा പഠന ഹേ, 10ാം ക്ലാസ്സിൽ കുറേ പഠിക്കാനുണ്ട്. തുമാരെ ഘർ കഹാ ഹേ, നിന്റെ വീട് എവിടെയാണ്? കേശവ് നിർമ്മാണാധീൻ ഇമാരത്ത് കെ പാസ് അസ്ഥായി ഡേരമേ, പണി നടക്കുന്ന കെട്ടിടത്തിന്റെ അരികിലുള്ള അസ്ഥായി ഡേരയിലാണ് എന്ന് പറയുന്നു. ഗുല്ലു की माँ തുമാര അസലി സ്ഥാൻ, നിന്റെ യഥാർത്ഥ സ്ഥലം എവിടെയാണ്? ബേമേത്തര ജില്ലയിലാണ്. ഗുല്ലു की माँ ടീക് ജൽദി ഭാഗോ യഹാം സെ, വേഗം ഇവിടെ നിന്ന് ഓടിപ്പോയിക്കോ, ദേഷ്യത്തോടെ പറയാണ്. കേശവ് ആൻറ്റി ഉസ്കെ ദോസ്ത് ബുലാ രഹി ഹെ, അവൻ്റെ ഫ്രണ്ടാണ് വിളിക്കുന്നത്. മാസൂമത്ത് സെ കഹത്തെ ഹെ, നിഷ്കളങ്കതയോടുകൂടി പറയുന്നു. ഗുല്ലു की माँ, ഗുല്ലുവിൻ്റെ അമ്മ തുംകോ ബാഗ്നെ ബോലാ ഹെ ഫിർ ബി ഗഡേ ഹോ ക്യാ ദോ ജാബഡ് ലഗാവോ, നിന്നോട് ഓടാനല്ലേ പറഞ്ഞത്, എന്നിട്ട് വീണ്ടും ഇവിടെ നിൽക്കുന്നുവോ? ക്യാ ദോ ജാബഡ് ലഗാവും, എന്താ 2 അടി തരണോ എന്ന് ചോദിക്കുകയാണ്. ഇനി അടുത്ത പടുക്കഥ. മഗർ കേശവ് ദാ കഹാം അബേ ദേക്കോ സാലേ वो लड़का छत से उतरा कि नहीं, 2 लड़के दौड़कर इमारत पीछे बांधी चाली के और गया और जो देखा तो चिल्ला पड़े. प्रस्तुत प्रसंग के आधार पर पടുക്കഥ का एक दृश्य तैयार करें എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബോൾ വീണ്ടും പോയപ്പോഴാണല്ലോ കേശവനെ അന്വേഷിക്കുന്നത്. അപ്പോൾ കേശവ് എവിടെയെന്ന് അവർ അന്വേഷിക്കുന്നു. നോക്കുമ്പോൾ എന്താ സംഭവിച്ചത്? കേശവ് ആ മേൽക്കൂരയിൽ നിന്നും ടെറസിൽ നിന്നും താഴെ വീണിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു സംഭവത്തിന് അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പടുക്കഥ തയ്യാറാക്കേണ്ടത്. സ്ഥാൻ നിർമ്മാണാധീൻ ഇമാരത്ത് കെ പീച്ചെ ചാലി കെ പാസ്, ആ കെട്ടിടത്തിന് പണി നടക്കുന്ന കെട്ടിടത്തിന്റെ പിന്നിലുള്ള ഗോവണിക്ക് അരികിലാണ് സംഭവം. സമയം ഏകദേശം 4 മണി, വൈകുന്നേരം 4 മണിയാണ്. കഥാപാത്രങ്ങൾ 8 വയസ്സുള്ള ആട്ട് സാൽക്ക പത്ലൂൻ ഓർ ബനിയൻ പഹനാഹെ, ആട്ട് സാൽക്ക കേശവ് നേതണം കേട്ടോ, 8 വയസ്സുള്ള കേശവാണ്. പിന്നെ ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികൾ 4 പേരുണ്ട്, ഏകദേശം 13-14 വയസ്സുള്ള കുട്ടികൾ. ദൃശ്യവിവരണമാണ് ഇനി തരുന്നത്. ജബ് ക്രിക്കറ്റ് मैच के बीच केशव की अनुपस्थिति महसूस हुई तब वो लड़के उसे ढूंढने निकले. ക്രിക്കറ്റ് കളിക്കിടയിൽ കേശവിനെ കാണാതിരുന്ന സമയത്ത് അവർ കേശവിനെ അന്വേഷിക്കുന്നതാണ്. സംവാദ്. ഒന്നാമത്തെ കുട്ടി പറയുന്നു അരേ വഹ് കേശവ് കഹാം ഗയ, ആ കേശവ് എവിടെ പോയി? രണ്ടാമത്തെ കുട്ടി പറയാണ് അബേ ദേക്കോ സാലോ വോ ലടുക്ക ചത്സെ ഉദരാ യാ നഹി, കൂട്ടുകാരോട് പറയണം നോക്കൂ അവൻ മേൽക്കൂരയിൽ നിന്ന് ടെറസിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലയോ, ഇറങ്ങിയിട്ടുണ്ടോ ഇല്ലേ ഒന്നും അറിയില്ല അല്ലേ. ലടുക്ക ഇമാരത്ത് കെ പീച്ചെ ബന്ദി ചാലിക്കെ ഓർ ജായേം, ഒരു മൂന്നാമത്തെ കുട്ടി വേഗം എന്ത് ചെയ്യുന്നു? ആ കെട്ടിടത്തിന്റെ പിന്നിലുള്ള ഗോവണിയുടെ അടുത്തേക്ക് ഓടിപ്പോകുന്നു. തീനോ ഇമാരത്തേക്ക് പീച്ചെ ബന്ദി ചാലിക്കെ ഓർ ദേഖ്തേ ഹെ, 3 പേരും ആ
കെട്ടിടത്തിന് പിന്നിലുള്ള കോണിയിലെ ഭാഗത്തേക്ക് നോക്കുന്നു. ചാലിക്ക് ഓർ ജാത്തെ ഹെ പോകുന്നു, 3 പേരും കൂടെ. 3 കുട്ടികളും അരേ ഏത്തോ മർ ഗയാ ലഗ്താ ഹെ, ആ അയ്യോ അവൻ മരിച്ചു എന്ന് തോന്നുന്നു. തീനോ മേക്കസാത്ത് ചില്ലാക്കർ പോലെ 3 പേരും ഒരേപോലെ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പറയാണ്. മേരി ഡാങ്ക് മേരാ ഹാത്ത്, എൻ്റെ കാല് എൻ്റെ കൈ എന്ന് കേശവ് പറയുന്നുണ്ട്. അപ്പോൾ 3-മത്തെ കുട്ടി പറയാണ് ഭയത്തോട് കൂടിയിട്ട്, ദോ ലോഗ് ചൗക്ക് തക്ക് ജാവോ ഓർ കോയി ബി ഓട്ടോ ടാക്സി ലേക്കർ ആവോ. ആ 2 പേര് പെട്ടെന്ന് തന്നെ കവല വരെ ഓടിപ്പോയിട്ട്, ജംഗ്ഷൻ വരെ ഓടിപ്പോയിട്ട് എന്ത് ചെയ്യണം, ഏതെങ്കിലും ഓട്ടോയോ അതുപോലെ തന്നെ ടാക്സിയോ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറയാണ്. ലഡുക്ക 1-മത്തെ 2-മത്തെയും കുട്ടികൾ പറയുന്നു, ദോനോ മേക്ക് സാത്ത് ഹർ ജാക്കർ ദേക്കേം കോയി ഓട്ടോ സെരൂർ മിലേഗ, ഹം ജാക്കർ ഞങ്ങൾ പോയി നോക്കാം, തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ഓട്ടോ കിട്ടും. ലഡുക്ക ടീക്ക് ജൽദി ആനാ, ശരി പെട്ടെന്ന് വരണം എന്ന് പറയണം 3-മത്തെ കുട്ടി. അപ്പം 4-മത്തെ ആൺകുട്ടി പറയുന്നു, ഹോസ്പിറ്റലിലെ ജാനകി സെറുവത്ത് ഹെ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ്. ഇസേ ഉഡാക്കർ ബിൽഡിംഗ് കെ സാമനെ വാലെ ഇസേ മെച്ചാലേ, നമുക്ക് ഇവനെ എടുത്തിട്ട് ബിൽഡിങ്ങിന്റെ മുമ്പിലുള്ള ഭാഗത്തേക്ക് കൊണ്ടുപോകാം. 3-മത്തെയും 4-മത്തെയും ആൺകുട്ടികൾ പറയുന്നു, ഉസേ ഉഡാക്കർ ബിൽഡിംഗ് കെ സാമനെ ചലത്തെ, അവനെ എടുത്തുകൊണ്ട് ബിൽഡിങ്ങിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു. മാതാപിതാഭിയായ അവർ വേ ഏക്ക് ഓട്ടോമേ ഹോസ്പിറ്റൽ ജാത്തെ, മാതാപിതാക്കന്മാരും കൂടെ വരുന്നു, അവനൊരു ഹോസ്പിറ്റലിലേക്ക് ഒരു ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകുന്നു. ദൃശ്യ സമാപ്തം. അങ്ങനെ ആ ദൃശ്യം അവസാനിക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മനോജിന്റെ ഡയറിയാണ്. 12 മാർച്ച് 2026 ബുധവാർ. ആജ് ദുഃഖി ദിന്ത, ഇന്നൊരു ദുഃഖകരമായ ദിവസമായിരുന്നു. യഹ് ഘടന സിന്ദഗി മേ കഭി നഹി ഭൂലൂങ്ക, ഈ സംഭവം ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കുകയില്ല. റോസ് കി തര കേശവ് നീംകെ പേടുക്കെ നീച്ചെ മേരെ സാത്തിയോ കെ സാത്ത് ഗേൽ ദേഖ് രഹാദ, നിത്യവും എന്നതുപോലെ തന്നെ കേശവ് ആ വേപ്പുമരത്തിന് താഴെ ഇരുന്ന് കളി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പഹലെ ഗേൽ മേ ഹമാരി ടീം ഹാർ ഹോ ഗയ, ആദ്യത്തെ കളിയിൽ തന്നെ ഞങ്ങളുടെ ടീം പരാജയപ്പെട്ടു. ദോ ബഹർ കെ ബാദ്, ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ഗേൽ ഫിർ ശുരു ഹുയി, കളി വീണ്ടും ആരംഭിച്ചു. ഹം തോ, ഞങ്ങൾ 40 റണ്ണ് നേടി. അവർ ധോക്കി ഔട്ട് ഹുയി, 2 പേര് ധോക്കി ഔട്ട് ഹുയി, 2 തവണ ഔട്ടായി. ഫിർ മേരി ബാരിയായി, പിന്നീട് എൻ്റെ ഊഴം വന്നു. ഗേൽ അച്ചി തര ഹോ രഹി ഥി, കളി നല്ല രീതിക്ക് നടക്കുകയായിരുന്നു. പഹലി ബാൾ മേ ഏക്ക് ചൗക്ക മാര, ആദ്യം തന്നെ ഞാനൊരു 4 അടിച്ചു. ഫിർ മേനെ ഐസ ചക്ക മാര, പിന്നീട് ഞാൻ 6 അടിച്ചു. എല്ലാവരും സ്തബ്ധരായി. കേശവ് 3 മൻസില ഇമാരത്ത് കി ഛത്ത് പർ കൈസേ ചढ़ गया और गेंद कैसे उड़ा लिया, കേശവ് എങ്ങനെയാണ് ആ 3 നില കെട്ടിടത്തിന്റെ മുകളിലേക്ക് കയറിയതെന്നോ എങ്ങനെയാണ് പന്തെടുത്തതെന്നോ അറിയുകയില്ല. നീച്ചെ ഗിരേ കേശവക്കോ ദേക്കർ സബ് ചില്ലാവുടെ, താഴെ വീണ് കിടക്കുന്ന കേശവനെ കണ്ട് എല്ലാവരും നിലവിളിച്ചു. ബേച്ചാര ചോട്ട ബച്ച, പാവം ചെറിയ കുട്ടി. മുജെ സഹി നഹി സക്ത, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. സബ് മിൽക്കർ ഉസേ ഓട്ടോ തക്ക് പहुंचाയ, എല്ലാവരും കൂടെ ചേർന്ന് അവനെ ഓട്ടോ വരെ എത്തിച്ചു. കേശവ് മാതാപിതാക്കെ സാത്ത് അസ്പത്താൽ ഗയ, കേശവ് മാതാപിതാക്കന്മാരുടെ ഒപ്പം ഹോസ്പിറ്റലിൽ പോയി. മേ ഉത്തനി ജോർ സേ ബോൾ ന മാരേ തോ ഐസ നഹി ഹോഗി, ഞാൻ അത്രയും ശക്തമായിട്ട് ബോൾ അടിച്ചില്ലായിരുന്നു എങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ല. മേരി വജഹ്സെ ഐസി ഹുയി, ഞാൻ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇനി ആ ദിവസം തന്നെ മനോജ് എഴുതുന്ന കത്താണ്. കേശവ് ഗാവ് പഹുഞ്ചിനേക്കെ ബാധ, കേശവ് അങ്ങനെ സ്വന്തം ഗ്രാമത്തിലേക്ക് തിരിച്ചു പോയല്ലോ. കേശവ് ഗ്രാമത്തിലേക്ക് തിരിച്ചു പോയതിനു ശേഷം കേശവ് കെ നാം പർ പത്ര ലിഖ്താ ഹെ, കേശവിന് കത്തെഴുതുന്നു. സ്ഥാൻ അതുപോലെ തന്നെ താരിഖ് എഴുതണം. സ്ഥാൻ താരിഖ്. പ്രിയ കേശവ് നമസ്തേ, ആശാ ഹേ തും ഗാവ് പहुंच कर ठीक हो और ആരാം कर रहे होंगे, നീ ഗ്രാമത്തിൽ തിരിച്ചെത്തിയിട്ട് നന്നായിട്ട് വിശ്രമിക്കുന്നുണ്ടാകും എന്ന് കരുതുന്നു. ഹം സബ്കോ തുമാരി ബഹുത്ത് യാദ് ആ രഹി ഹെ, ഞങ്ങൾ എല്ലാവരും നിന്നെക്കുറിച്ച് ഓർക്കാറുണ്ട്. മുജെ തുമാരെ ഗിർനേക്ക ബഹുത്ത് ദുഃഖ് ഹെ, നീ വീണതിൽ എനിക്ക് വളരെയധികം ദുഃഖമുണ്ട്. ചോട്ടെ ബായി മേൻ തും പർ ഗർവ് കർത്താ ഹൂം കി ബഹുത്ത് പരിശ്രമി ഹെ, നീ ഒരു നല്ല പരിശ്രമിയാണ് എന്ന കാര്യത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. ക്രിക്കറ്റ് കെ പ്രതി തുമാര ഇത്തന ഗഹര പ്യാർ തുമ്മെ ഏക് അച്ഛാ ഗിലാഡി ബനേഗ, ക്രിക്കറ്റിനോടുള്ള നിന്റെ ഇത്രയും ആഴത്തിലുള്ള സ്നേഹം നിന്നെ ഒരു നല്ല കളിക്കാരനാക്കി തീർക്കും. അച്ചി തര ദവായി ലോ ഓർ ടീക്ക് ഹോ ജാവോ, മരുന്ന് നന്നായിട്ട് കഴിക്കൂ, സുഖം പ്രാപിക്കൂ. വാപ്പസ് പത്രയ്ക്ക് പ്രതീക്ഷ, മറുപടി കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട്. തുമാര ദോസ്ത് ഹസ്താക്ഷർ മനോജ്, സേവാമേം നാം പദ.
ഇത്രയാണ് നമ്മൾ ഇന്ന് വൈറ്റ് ക്യാപ്പ് എന്ന ചാപ്റ്ററിൽ നിന്നും നോക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളൊരു ചോദ്യം തന്നെ പടുക്കഥയായിട്ടും ഡയറി ആയിട്ടും പത്രമായിട്ടും ഒക്കെ എഴുതി നോക്കണം. ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നറിയില്ല. ഒരേ സന്ദർഭത്തിൽ നിന്ന് തന്നെ നമ്മൾ എല്ലാ രീതിയിലും എഴുതി പഠിക്കാം. ഓക്കെ.